നമസ്കാരം. സർക്കിൾസിന്റെ 5ാം ഭാഗത്തിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സർക്കിൾസിന്റെ അടുത്ത ഒരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. കോഡ് എന്ന് പറഞ്ഞാൽ ഞാണെന്നാണ്. ആംഗിൾ കോണ്, ആർക്ക് ചാപം. അതായത് കോണും ഞാണും ചാപവും ഇവയുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 44 മുതൽ 55 വരെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്കതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആ സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്, അതായത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡയമീറ്ററിന്റെ രണ്ട് അറ്റത്തെയും ഈ സർക്കിളിന്റെ ഏതൊരു ബിന്ദുവായിട്ട് കണക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് മട്ടക്കോണാണ്, റൈറ്റ് ആംഗിൾ ആണ്. ഈ ഡയമീറ്റർ എന്നത് ഒരു സർക്കിളിന്റെ ലോങ്ങസ്റ്റ് കോഡാണ്, അതായത് ഏറ്റവും നീളമുള്ള ഞാണാണ്. ഈ ഡയമീറ്ററിന്റെ രണ്ട് അറ്റത്തെയും ഈ സർക്കിളിന്റെ ഏതൊരു ബിന്ദുവായാലും, അത് താഴെ ആയാലും മുകളിലായാലും ഏതൊരു ബിന്ദുവായി കണക്ട് ചെയ്ത് നമ്മളൊരു ആംഗിൾ ഉണ്ടാക്കിയാലും അത് 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലാത്ത മറ്റൊരു കോഡിന്റെ രണ്ട് അറ്റത്തെയും സർക്കിളിലെ ഏതെങ്കിലും ഒരു ബിന്ദുവായി യോജിപ്പിച്ചാൽ കിട്ടാവുന്ന ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. ഡയമീറ്റർ അഥവാ വ്യാസമല്ലാത്ത ഒരു കോഡും സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നില്ല. ഈ പിക്ചറിൽ PQ എന്നൊരു കോഡ് സർക്കിളിൽ വരച്ചിട്ടുണ്ട്. ഈ കോഡ് ഈ സർക്കിളിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് തുല്യ ഭാഗങ്ങളല്ല, ഒരു വലിയ പോർഷനും ഒരു ചെറിയ പോർഷനും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്, ചാപം എന്ന് പറയുന്നത്. പിയിൽ തുടങ്ങി മുകളിൽ നിന്ന് Q വരെയുള്ള ആർക്കാണ് ഒരെണ്ണം. ഇവിടെ താഴെ പിയിൽ തുടങ്ങി Q വരെയുള്ള ആർക്കാണ് രണ്ടാമത്തെ ആർക്ക്. അങ്ങനെ രണ്ട് ആർക്കാണ് കിട്ടുന്നത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. എന്നാൽ ഡയമീറ്റർ ആണെങ്കിൽ രണ്ട് ആർക്കുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡയമീറ്റർ അല്ലാത്ത ഏതൊരു കോഡും, അതായത് ഞാണും സർക്കിളിൽ വരയ്ക്കുകയാണെങ്കിൽ തുല്യമായിട്ടുള്ള ആർക്കുകൾ നമുക്ക് സർക്കിളിൽ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കോൺ മട്ടവുമായിരിക്കത്തില്ല, അതായത് 90 ഡിഗ്രിയും ആയിരിക്കത്തില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാം. ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡും സർക്കിളിനെ തുല്യമായി ഡിവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ കോഡിന്റെ രണ്ട് അറ്റത്തെയും ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു ബിന്ദുവായി യോജിക്കുന്ന ആംഗിൾ മട്ടക്കോൺ ആയിരിക്കത്തില്ല, അതായത് 90 ഡിഗ്രി ആയിരിക്കത്തില്ല. എങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡിന്റെ രണ്ട് അറ്റത്തെയും ഈ സർക്കിളിന്റെ മറ്റേതൊരു ബിന്ദുവുമായി കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് നോക്കാം. അതായത് ഇതുപോലെയുള്ള ആംഗിളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് നോക്കാം. പാർട്ട് 1-ൽ റൈറ്റ് ആംഗിളും സർക്കിളും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, AB എന്ന കോഡ് വരച്ചിട്ടുണ്ട്. AB എന്ന കോഡിന്റെ രണ്ട് അറ്റത്തെയും സർക്കിളിലെ ഒരു പോയിന്റായ P എന്ന ബിന്ദുവിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ മൂന്ന് അറ്റങ്ങളെയും സെന്ററുമായി നമുക്ക് കണക്ട് ചെയ്യാം. ഡയമീറ്ററിന്റെ കാര്യത്തിൽ P യെ സെന്ററുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് രണ്ട് ട്രയാങ്കിളുകളാണ്. ഈ രണ്ട് ട്രയാങ്കിൾസും ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സർക്കിളിന്റെ റേഡിയസ് ആണ് ഓരോ ട്രയാങ്കിളിന്റെയും രണ്ട് വശങ്ങൾ. ഇവിടെ കോഡിന്റെ കാര്യത്തിൽ എയും ബിയും പിയും സെന്ററുമായി കണക്ട് ചെയ്യുമ്പോൾ മൂന്ന് ട്രയാങ്കിളുകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ മൂന്ന് ട്രയാങ്കിളുകളും ഇവിടെയും ഐസോസിലസ് ട്രയാങ്കിൾ തന്നെയാണ്. കാരണം ഇതിന്റെ ഓരോ രണ്ട് വശങ്ങളും ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരങ്ങൾ തന്നെയാണ്. ഇത് വെച്ചിട്ട് കോഡിന്റെ രണ്ട് അറ്റത്തെയും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവായിട്ട് യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോണുകളെ കുറിച്ച് മനസ്സിലാക്കാം.
ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ പി ഒ എ എടുക്കുകയാണെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ എയും എക്സ് ഡിഗ്രി വീതമാണ്. അപ്പം ആംഗിൾ പി ഒ എ എന്നുള്ളത് എക്സും എക്സും കൂട്ടിയതിന് ശേഷം 180യിൽ നിന്നും ലെസ് ചെയ്താൽ മതി. അതായത് ആംഗിൾ പി ഒ എ എന്നുള്ളത് 180 മൈനസ് 2x ആണ്. അതുപോലെ ട്രയാങ്കിൾ പി ഒ ബിയിൽ ആംഗിൾ ബിയും ആംഗിൾ പിയും y ഡിഗ്രി വീതമാണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ പി ഒ ബി എന്നുള്ളത് 180 മൈനസ് 2y ആണ്. അതായത് y പ്ലസ് y 180 മൈനസ് 2y ആണ്. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതായത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രകോൺ 360 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ എ ഒ ബി സി ഡിഗ്രി എന്നെടുത്താൽ ഈ 3 ആംഗിളും കൂട്ടുമ്പോൾ 360 ഡിഗ്രി വരണം. അതായത് ആംഗിൾ പി ഒ എ പ്ലസ് ആംഗിൾ പി ഒ ബി പ്ലസ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അതായത് 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് സി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് സി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടെ മൈനസ് ആയ മൈനസ് 2xനെയും മൈനസ് 2yയെയും ഈക്വലിന് അപ്പുറത്തും 360 ഡിഗ്രിയെ ഈക്വലിന് ഇപ്പുറത്തെ സൈഡിലും കൊണ്ടുവരികയാണെങ്കിൽ 360 മൈനസ് 360 പ്ലസ് സി ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2y എന്ന് കിട്ടും. അതായത് നമുക്കറിയാം ഈക്വലിന് അപ്പുറത്തും ഇപ്പുറത്തും ആകുമ്പോൾ മൈനസ് പോസിറ്റീവ് ആകും, പോസിറ്റീവ് സംഖ്യകൾ മൈനസും ആകും. 360 മൈനസ് 360 0 ആണ്. പിന്നീടുള്ളത് സി. അതായത് സി ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2y. 2 ഇവിടെ കോമൺ ആണ്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ സി ബൈ 2 എന്നാകും. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡിഗ്രിയാണ്. സി ഡിഗ്രിയുടെ പകുതിയാണ് എക്സ് പ്ലസ് വൈ. അതായത് ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡിഗ്രി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സർക്കിളിലെ എ ബി എന്ന കോഡ് ഉറപ്പിച്ച ശേഷം പി എന്ന ബിന്ദുവിന്റെ സ്ഥാനം മാറ്റിയാൽ എക്സ് വൈ എന്ന കോണുകൾ ചേഞ്ച് ചെയ്യാം. എന്നാൽ എ ബി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ അതായത് സി ഡിഗ്രി ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഡയമീറ്റർ അഥവാ വ്യാസമല്ലാത്ത ഏതൊരു കോഡിന്റെയും 2 അറ്റങ്ങളെയും ഈ വൃത്തത്തിലെ വലിയ ഭാഗത്തിന്റെ ഏതൊരു ബിന്ദുവുമായിട്ട് കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോൺ അവ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും. അതായത് ഇവിടെ ഏത് ആംഗിൾ വന്നാലും ഈ കോഡിന്റെ 2 അറ്റത്തെയും യോജിപ്പിക്കുന്ന ഏത് ആംഗിൾ വന്നാലും ആ ആംഗിൾ എല്ലാം സി എന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. അതായത് ആ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. Joining the ends of a non-diametrical chord to any point on the larger part of the circle, we get an angle which is half the size of the angle we get by joining them to the center of the circle. നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് വ്യാസമല്ലാത്ത ഒരു ഞാണിന്റെ 2 അറ്റത്തെയും വൃത്തത്തിന്റെ വലിയ ഭാഗത്തിന്റെ ഏതൊരു ബിന്ദുവിലും യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ അവ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ പകുതിയായിരിക്കും. അതായത് എ ബി എന്ന കോഡ് കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് 120 ഡിഗ്രി. അപ്പൊ ഇതിന്റെ പകുതിയായിരിക്കും ഈ കോഡിന്റെ 2 അറ്റത്തെയും ഈ വൃത്തത്തിലെ വലിയ ഭാഗമായ ഏതൊരു ബിന്ദുവിലും യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു കോണും 120ന്റെ പകുതിയായ 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചാൽ ഇതെന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും.
അപ്പൊ എങ്ങനെ നമ്മൾ ഈ ഭാഗത്തിന്റെ ഏതൊരു ബിന്ദുവിൽ വന്നാലും ഈ കോഡിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. ഒരു വൃത്തത്തിൽ വ്യാസമല്ലാത്ത ഞാണും അവ വൃത്തത്തിന്റെ വലിയ ഭാഗത്തുണ്ടാക്കുന്ന കോണുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇനി കോഡും വൃത്തത്തിന്റെ ചെറിയ ഭാഗത്തുണ്ടാക്കുന്ന കോണുകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ സർക്കിളിൽ AB എന്ന കോഡ് വച്ചിട്ടുണ്ട്. ഈ കോഡിന്റെ രണ്ട് അറ്റത്തെയും Q എന്ന ബിന്ദുവിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, ABQ എന്നുള്ളത്. ഈ ട്രയാങ്കിളിന്റെ 3 കോർണറിനെയും സെന്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ട്രയാങ്കിളുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിളുകളും ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആണ്, അതായത് സമപാർശ്വ ത്രികോണങ്ങളാണ്. കാരണം OA, OQ, OB എന്നിങ്ങനെയുള്ള വശങ്ങൾ ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരങ്ങളാണ്. അപ്പൊ ഈ 2 ട്രയാങ്കിളുകൾ എടുക്കുമ്പോൾ 2 വശങ്ങൾ ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ട് ഈ 2 ട്രയാങ്കിളുകളും ഐസോസ്ലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് എഴുതാം. ഇവിടെ ട്രയാങ്കിൾ OAQവില് OAയും OQവും ഈക്വൽ ആണ്. OA, OQ ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ക്യൂവും x ഡിഗ്രി വീതമായിരിക്കും. ഇവിടെ ട്രയാങ്കിൾ OBQവില് OBയും OQവും ഈക്വൽ ആണ്. അതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും y ഡിഗ്രി വീതമായിരിക്കും. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ OAQവില് ആംഗിൾ AOQ എന്നുള്ളത് 180ൽ നിന്ന് ഈ 2 x ആംഗിളുകളും കുറച്ചാൽ കിട്ടുന്നതാണ്. കാരണം ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ AOQ എന്നുള്ളത് 180 മൈനസ് 2x ആണ്. അതായത് ഈ ആംഗിൾ 180 മൈനസ് 2x ആണ്. ഇനി നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇവിടെ ആംഗിൾ BOQ എന്നുള്ളത് 180ൽ നിന്ന് ഈ 2 y ഡിഗ്രികൾ കുറച്ചാൽ മതി. അതായത് ആംഗിൾ BOQ ഈക്വൽ ടു 180 മൈനസ് 2y. ഈ ആംഗിൾ 180 മൈനസ് 2y ആണ്. ഇവിടെ ആംഗിൾ AOBA, അതായത് ഇത് രണ്ടുമായിട്ടുള്ള ഈ മൊത്തമുള്ള ആംഗിളിനെ ആംഗിൾ AOBA C ഡിഗ്രി എന്ന് കൊടുക്കാം. അതായത് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് കൊടുത്താൽ ഈ 2 ആംഗിളുകളും കൂട്ടുമ്പോഴാണ് ആംഗിൾ C ഡിഗ്രി കിട്ടുന്നത്. അതായത് C ഇസിക്കൽ ടു 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y എന്ന് കിട്ടും. ഇനി ബ്രാക്കറ്റ് മാറ്റിയാൽ C ഇസിക്കൽ ടു 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y. ഇവിടെ നമുക്ക് 180 ആഡ് ചെയ്താൽ 360 മൈനസ് 2x മൈനസ് 2y എന്ന് കിട്ടും. ഇവിടെ മൈനസ് സംഖ്യകളെ ഈക്വലിന് ഇപ്പുറത്തും CA ഈക്വലിന് മറു സൈഡിലും കൊണ്ടുവരാം. അതായത് 2x പ്ലസ് 2y ഈസിക്കൽ ടു 360 മൈനസ് C എന്ന് കിട്ടും. ഇവിടെ 2 കോമൺ ആയതിനാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 360 മൈനസ് C എന്ന് എഴുതാം. അതായത് x പ്ലസ് വൈ ഈസിക്കൽ ടു 360 മൈനസ് C ബൈ 2. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഡിവിഷൻ ആയിട്ട് മാറും. x പ്ലസ് വൈ ഈസിക്കൽ ടു 360 ബൈ 2 മൈനസ് C ബൈ 2 എന്നാണ്. അതായത് 360യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 180 ആണ്. C ബൈ 2 എന്ന് പറയുന്നത് ഹാഫ് C ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് x പ്ലസ് വൈ എന്നുള്ളത് 180 മൈനസ് ഹാഫ് C ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ Q എന്ന ആംഗിൾ, അതായത് x പ്ലസ് വൈ 180ൽ നിന്ന് ഇതിന്റെ സെന്റർ ആംഗിളായ സിയുടെ പകുതി കുറച്ച് കിട്ടുന്നതാണ്. അതായത് ഒരു വൃത്തത്തിൽ വ്യാസമല്ലാത്ത ഒരു ഞാണിന്റെ 2 അറ്റത്തെയും ആ വൃത്തത്തിന്റെ ചെറിയ ഭാഗത്ത് യോജിപ്പിച്ചാൽ ഉണ്ടാക്കുന്ന കോൺ 180ൽ നിന്ന് അവ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോണിന്റെ പകുതി കുറച്ചതായിരിക്കും. അതായത് 180 മൈനസ് ഹാഫ് C ഡിഗ്രി ആയിരിക്കും
ആംഗിൾ Q എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ആംഗിളുകളൊക്കെ ഒന്ന് നോക്കാം. ഒരു സർക്കിളില് AB എന്ന കോഡ് അഥവാ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കോഡ് സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് C°, അതായത് ആംഗിൾ AOB. ഈ കോഡ് ഈ വൃത്തത്തിന്റെ വലിയ ഭാഗവുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ P എന്നുള്ളത്, അതായത് ആംഗിൾ APB. ആംഗിൾ APB C°യുടെ പകുതിയായിരിക്കും, ഹാഫ് C° ആയിരിക്കും. ഈ കോഡ് ഈ വൃത്തത്തിന്റെ ചെറിയ ഭാഗവുമായി ഉണ്ടാക്കുന്ന കോണാണ് ആംഗിൾ Q, അതായത് ആംഗിൾ AQB എന്നത് 180 മൈനസ് ഹാഫ് C° ആണ്. അതായത് 180 നിന്ന് ഈ കോഡിന്റെ സെന്റർ ആംഗിളായ C°യുടെ പകുതി കുറയ്ക്കുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആംഗിൾ AOB, അതായത് ഈ കോഡിന്റെ സെന്റർ ആംഗിൾ 140° ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ APB എന്തായിരിക്കും? 140യുടെ ഹാഫ് ആയിരിക്കും, അതായത് 70° ആയിരിക്കും ഇവിടെ ഉള്ളത്. ആംഗിൾ AQB എന്നുള്ളത് 180 മൈനസ് ഹാഫ് C° ആണ്. ഇവിടെ AQB എന്നുള്ളത് 180 മൈനസ് ഹാഫ് C, അതായത് C°യുടെ ഹാഫ് 70 ഈസ് ഈക്വൽ ടു 180 70 ലെസ് ചെയ്താൽ 110 ആണ്. അപ്പം 110° ആണ് AQB ആംഗിൾ. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 49 ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. Any chord which is not a diameter splits the circle into unequal parts. അതായത് വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. The angle got by joining any point on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. വലിയ ഭാഗത്തിലെ ഏത് ബിന്ദുവുമായും ഞാണിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിന്റെ പകുതിയായിരിക്കും. The angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180°. ചെറിയ ഭാഗത്തിലെ ഏത് ബിന്ദുവുമായും ഞാണിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ കേന്ദ്രത്തിലെ കോണിന്റെ പകുതി 180°യിൽ നിന്ന് കുറച്ചതാണ്. ഒരു ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ അറിയാമെങ്കിൽ ആ ഞാൻ അതിൻ്റെ ഇരുഭാഗത്തും ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു.